ചൈനയുടെ കാര്യമാണ്. ചൈന എല്ലാവർക്കും നാട്ടുകാർക്ക് മുഴുവനും കടം കൊടുക്കും. കടം കൊടുത്ത ശേഷം പറയും ഇതൊക്കെ ഞങ്ങളുടേതാണ് ദാസാന്ന് പറയും. അവസാനം ഈ കടം വാങ്ങിയ ആൾക്കാര് എന്താ പറയാ മേലോട്ട് നോക്കിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയാണ് ചൈനയുടെ ഒരു പ്രവൃത്തി. അതായത് ശരിക്കും പറഞ്ഞ ഒരു വട്ടിക്കൊള്ളപ്പലിശക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏതാണ്ട് 72ഓളം രാജ്യങ്ങൾക്കാണ് ചൈന കടം കൊടുത്തിട്ടുള്ളത്. ഈ ചൈന കടം കൊടുക്കുന്നത് കൊടുത്തോട്ടെ, പക്ഷെ അത് നമ്മുടെ രാജ്യത്തിന് ഒരു ഭീഷണിയായി വരാനുള്ള പാകത്തിന് ഉള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഇതുവരെയും പെട്ടെന്ന് ഒരു അടുപ്പം ചൈനയുമായിട്ട് കാണിച്ചു, പക്ഷെ ചൈനയുമായിട്ട് ഇപ്പൊ കുറച്ച് അകലം കാണിക്കുന്നുണ്ട്. പകരം താരിഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന US-ഉമായിട്ട് നമ്മൾ പലതരം കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, നമ്മൾ ഇത്രയും താരിഫൊക്കെ ചുമത്തി ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഈ ഒരു കരാറുകളൊക്കെ നടക്കുന്നത്? നമ്മൾ ചൈനയെ അല്ലേ ചേർത്ത് നിർത്തിക്കൊണ്ടിരുന്നത്? ഒരു ഘട്ടത്തിൽ ചൈനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് US-നെതിരെ നിൽക്കാമെന്നായിരുന്നു ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായ തീരുമാനം. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഇത് ഈ ചൈനയും ഈ കൊള്ളപ്പലിശ കൊടുക്കുന്നതൊക്കെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു സംഭവങ്ങൾ രണ്ട് കാര്യമാണ്. പ്രജിത ഇപ്പൊ നിരീക്ഷിച്ചതുപോലെ എന്തുകൊണ്ട് US-ഉമായി ഒരു താരിഫ് യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവരുമായി നമ്മളൊരു വലിയ ആയുധ കരാറിന് പോകുന്നു എന്ന ചോദ്യത്തിന് മറുപടി എന്താ വെച്ചാല്, ഒറ്റവാക്കിലുള്ള മറുപടി അത് ചൈന തന്നെയാണ്. ചൈനയെ നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ചൈന എന്നും നമുക്കൊരു ഭീഷണി തന്നെയാണ്. ലോകത്തിന് ഭീഷണി എന്നതിനേക്കാൾ അപ്പുറത്ത് ഭാരതത്തിന് തൊട്ടടുത്ത രാജ്യം നിലയ്ക്ക് എന്നും അത് ഭീഷണിയാണ്. അപ്പൊ ചൈനീസ് ഭീഷണി നിലനിൽക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ആയുധ കരാറുകൾ ഏർപ്പെട്ടേ മതിയാവും. ഏത് സമയത്തും അത് അത്തരത്തിൽ ആയുധം എടുത്തിട്ട് നമ്മൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. ഓരോ കരാറുകൾ വരുമ്പോഴും ഓരോ ഏർപ്പാടുകൾ വരുമ്പോഴും അത് നൽകുന്ന സൂചന എന്ന് പറയുന്നത് രാജ്യം കുറച്ചും കൂടെ ജാഗ്രതയിലും കരുത്തിലുമാകുന്നു എന്നാണ്. അപ്പൊ അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ആ ഡിപ്ലോമസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ. എല്ലാ രാജ്യങ്ങളും അത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കൂടുതലുണ്ട്. അതാണ് നമ്മുടെ നയം എന്ന് പറയുന്നത്, നയതന്ത്രം എന്ന് പറയുന്ന അതാണല്ലോ. ഇവിടെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ഈ നയതന്ത്രമല്ല, തന്ത്രമാണ്. ഈ തന്ത്രം എന്താണ്? അത് ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി ചൈനയുടെ, അതായത് കടക്കണി നയം എന്നാണ് പറയുന്നത്. ചൈനയുടെ നയം തന്നെ ഒരു കടക്കണി നയമാണ്. എന്ന് വെച്ചാൽ ലോകത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അവരുടെ തിരിച്ചടവിന്റെ ശേഷിയുണ്ട്. അവർക്ക് ഈ പൈസ തിരിച്ചടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊരാൾക്കൊരു പണം കടം കൊടുക്കുമ്പോൾ ആ പണം കടം കൊടുക്കുന്ന ഈ ആളുകൾ, ആ ബാങ്ക് ആയാലും സ്ഥാപനമായാലും എന്താ പരിശോധിക്കുന്നത്? അവർക്കത് തിരിച്ചു നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എങ്കിൽ മാത്രമാണ് ആ പണം അനുവദിക്കുക, കൊടുക്കുക. ബാങ്ക് ആവട്ടെ ആരും ആവട്ടെ, എങ്കിൽ പണം തിരിച്ചു കിട്ടുകയുള്ളൂ. അതില്ലെങ്കിൽ ആ കടം അനുവദിക്കില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പണം തിരിച്ചു കിട്ടുന്ന പ്രശ്നമേ അല്ല. അമിതമായിട്ടുള്ള പണം, സാമ്പത്തികമായിട്ടുള്ള അവരുടെ കപ്പാസിറ്റിയോ പ്രശ്നങ്ങളോ ഒക്കെ കാണാം, അത് കുഴപ്പമില്ല. ലളിതമായ നിയമങ്ങൾ അനുസരിച്ചാണ്, ഉദാര വ്യവസ്ഥകളാണ്. അപ്പൊ ഒന്നുമില്ല വളരെ പെട്ടെന്ന് കിട്ടും പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ ചില വട്ടിപ്പലിശക്കാരെ അടുത്ത് പോകുമ്പോൾ വളരെ പെട്ടെന്ന് പണം കിട്ടും. നാട്ടുമ്പുറത്തൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ അവിടെയൊക്കെ ഉണ്ട്. സഹകരണ ബാങ്കിലും കിട്ടും. സഹകരണ ബാങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. സഹകരണ ബാങ്കിൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ കൊള്ളപ്പലിശയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് അവരുടെ ആ പണം കൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ട് വളരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ കഥകൾ വേറെ ഉണ്ട്. നമ്മൾ ആ കഥയിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. അതിന്റെ പുറകിലുള്ള കഥകളിലേക്ക് പോയാൽ ഈ ചൈനയുടെ നയം പോലെ തന്നെ വലിയൊരു നയമാണ്. ഉദാഹരണമാണ് ആ ഏരിയ രംഗം എന്ന് പറയുന്നത്. എല്ലാവരും അല്ല, നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് വന്നാല് ഈ കടക്കണി നയം കൊണ്ട് ഇവർക്കറിയാം കൊടുക്കുമ്പോൾ തന്നെ കിട്ടില്ല എന്നറിയാം, ചൈനക്കറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ വൻകിട തുറമുകള്, റോഡുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പണം കടം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ രാജ്യം, അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന രാജ്യം, വായ്പ തന്ന രാജ്യത്തിന് മുന്നിൽ നമസ്കരിച്ച് നിൽക്കും, ഞങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല, ഞങ്ങൾ കടക്കണിയിലാണ്. മാത്രമല്ല ഈ കൊടുക്കുന്ന രാജ്യങ്ങളിലെ ഈ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഒരു വിമാനത്താവളം നിർമ്മിക്കാനായി കൊടുത്തു എന്ന് വിചാരിക്കൂ. അവിടെ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ ഇറങ്ങില്ല. വിമാനങ്ങളൊന്നും അല്ല പ്രശ്നം. വിമാനത്താവളം എന്തിനാണ് ഉണ്ടാക്കുന്നത്? അവർക്ക് വിമാനം ഇറങ്ങാനല്ല, ചൈനയുടെ വിമാനങ്ങൾ അവിടെ ഇറങ്ങാനാണ്. ചൈനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധവിമാനങ്ങൾ അവിടെ ഭാവിയിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടമായിട്ട്, ഒരു സൈനിക താവളമായിട്ട്. അങ്ങനെയാണ് അവർ ജിബൂട്ടിയെ മാറ്റിയത്. ജിബൂട്ടിയിൽ ഇങ്ങനെ കടം കൊടുത്ത്, ജിബൂട്ടി വിദേശത്തുള്ള ചൈനയുടെ ഏക സ്ഥലമാണ്, ഏക വിദേശ
സൈനിക താവളമായിട്ട് ജിബൂട്ടി ആഫ്രിക്കൻ മേഖലയിൽ അവർ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ് ചൈന ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിന്റെ സൂയസ് കനാലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ വലിയ ക്ലാസിക് കടക്കണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് 19ാം നൂറ്റാണ്ടിൽ തിരിച്ചടക്കാൻ പറ്റിയില്ല ഈജിപ്ത് വലിയ കടക്കണിയിലായി. അപ്പൊ എന്താ സംഭവിച്ചത്? 1875 ഇങ്ങനെ പാപ്പറായപ്പോൾ ഈ സൂയസ് കനാലിന്റെ ഓഹരികൾ തുച്ഛമായ വിലക്ക് ബ്രിട്ടീഷ് കമ്പനികൾ വാങ്ങി, അല്ലെങ്കിൽ ബ്രിട്ടൻ വാങ്ങി. ഈജിപ്തിനായിരുന്നു. അതെ. പിന്നെ അതിന് അവകാശം പെട്ടെന്ന് കൈമാറപ്പെട്ടു. അപ്പൊ ഈ തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്തുകൊണ്ടാണ് പൂർണ്ണമായും അവരുടെ ഇതിന് വിളിക്കുക കൊളോണിയൽ ഓക്യുപ്പേഷൻ എന്ന് വിളിക്കുക. അതൊരു സാമ്രാജ്യത്വ പരമായിട്ടുള്ള ഒരു ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതേസമയം അമേരിക്ക ഡോളർ ഡിപ്ലോമസി നടത്തുന്നുണ്ട്. അമേരിക്ക ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള പണം കടം കൊടുത്ത് രാജ്യങ്ങളെ തന്നെ വരുതിയിലാക്കുന്ന, പക്ഷെ അവർ ഒരു കാര്യം ചെയ്യും, അവർ കൊടുക്കുന്ന പണത്തിന് അവർ ജനറേറ്റ് ചെയ്തിട്ട് ലാഭം എടുക്കും. അത് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. അവർ കീഴിലുവാക്കും, ലാഭം അവരുണ്ടാക്കി അവർ കൊണ്ടുപോകും. ഇതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ രാജ്യത്തിന് അതിന്റെ കുറച്ച് വീതം കിട്ടിയെന്നിരിക്കും, കുറച്ചൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, സമ്പൂർണ്ണമായിട്ടും. അപ്പൊ അമേരിക്കയുടെ ഡോളർ ഡിപ്ലോമസി എന്താ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് അവര് ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനും നിക്കറാഗയ്ക്കൊക്കെ ഇതുപോലെ ബാങ്കുകൾ മുഖേന വായ്പ നൽകി. തിരിച്ചടക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ പിരിക്കുന്ന പരിപാടി, നമ്മൾ പാലിയേക്കര ടോളിലൊക്കെ വാഹനങ്ങളുടെ നികുതി പിരിക്കുന്ന പോലെ, കസ്റ്റം പിരിക്കുന്ന പോലെ അവർ കസ്റ്റം ഡ്യൂട്ടികൾ പിരിച്ചിട്ട് രാജ്യത്തേക്ക് ആ തുക അവർ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും അവിടുത്തെ ഇക്കണോമിയൊക്കെ തകർക്കാനുള്ള ഒന്നായിട്ട് അങ്ങനെ മാറി. വേറൊരു വലിയ രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1930കളിൽ കാനഡയോട് തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടായിരുന്നു. അവര് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ഇതുപോലെ കടമെടുത്തു. അപ്പം കടമെടുത്തിട്ട് കടം വീട്ടാൻ പറ്റാതെ അവര് ബ്രിട്ടന്റെ ഭാഗമായിട്ട് ബ്രിട്ടന്റെ അടിയറവ് പറയേണ്ടി വന്നു. അവരുടെ കീഴിലായി പോയി. പിന്നീട് 1949ലാണ് ആ രാജ്യം കാനഡ കൂട്ടിച്ചേർന്നത്. അങ്ങനെ ആ രാജ്യം തന്നെ ഇല്ലാതായി പോയി. അപ്പൊ ഇങ്ങനെ കടമെടുത്തതിന്റെ പേരിൽ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോയതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ കഥ എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡ് ബാങ്ക് ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. വേൾഡ് ബാങ്കിന്റെ നിയമങ്ങൾ കുറച്ചുകൂടെ കർക്കശമാണ്. പക്ഷെ അതിന്റെ ഭൂമി പിടിച്ചെടുക്കലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആധുനിക സാമ്പത്തിക വിദഗ്ധർ വന്നിട്ട് ആ ഒരു വളരെ വൈദഗ്ധ്യത്തോടു കൂടി കടക്കണിയിലാക്കുന്ന ഒരു പരിപാടിയാണ് അത് നടക്കുന്നത്. അതിനൊക്കെ പുറകിൽ പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ സ്വകാര്യ ഹെഡ്ജിങ് ഫണ്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്വകാര്യ ഫണ്ടുകൾ പാപ്പറായ രാജ്യങ്ങൾക്ക് കടപ്പത്രങ്ങൾ നൽകും. ആ രാജ്യത്തിനെതിരെ എന്നിട്ട് അവിടുത്തെ കടപ്പത്രങ്ങൾ, അവരുടെ രാജ്യത്തെ കടപ്പത്രങ്ങൾ ചെറിയ വിലക്ക് വാങ്ങും. എന്നിട്ട് അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അത് തിരിച്ചു നൽകാൻ കഴിയാത്ത സമയത്ത് അന്താരാഷ്ട്ര കോടതികളിൽ കേസ് കൊടുത്തിട്ട് അത് തിരിച്ചു പിടിക്കുന്ന പരിപാടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അർജന്റീനയുടെ ഒരു വലിയ പടക്കപ്പൽ ഇങ്ങനെ ഒരു കമ്പനി, ഒരു ഇക്വിറ്റി ഈ ഹെഡ്ജിങ് കമ്പനി അവര് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു കമ്പനി പിടിച്ചെടുത്ത് 2012 ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകാനായിട്ട്. ഇവിടെ ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഈ ചൈന ചെയ്യുന്ന പണികൾ നോക്കൂ. ചൈന ഇങ്ങനെ രാജ്യങ്ങളെ കടക്കണിയിലാക്കുന്ന ഈ നയം നടപ്പാക്കുന്നതിന് പിന്നിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമിതമായിട്ട് വായ്പ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വായ്പാ നയങ്ങളൊക്കെ കൊടുക്കും, നിർമ്മാണ പ്രവർത്തനം നടക്കും, റോഡും പാലങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള സഹായങ്ങൾ നൽകും. എന്നിട്ട് ആ കരാറുകൾ കമ്പനികൾ തന്നെ, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ലേ, അത് ചൈനീസ് കമ്പനികൾക്കാണ് കൊടുക്കേണ്ടത്. ഇതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മുടക്കുന്ന പൈസ വേറൊരു രൂപത്തിൽ ചൈനയിലേക്ക് തന്നെ മടങ്ങി പോകുന്നു. ഇതാണ് ലോകത്ത് അമേരിക്ക US ഇനിഷ്യേറ്റീവിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, പുനർനവീകരണം, പുനർനിർമ്മാണം എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികൾക്കാണ്. അത് അവരുടെ അവകാശമാണ്. ഈ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ചെലവേറിയതാണ് ഇവിടുത്തെ ഈ പുനർനിർമ്മാണം എന്ന് പറയുന്നത്. കോടാനുകോടി ബില്യൺസ് ഡോളർ ആവശ്യമുള്ളതാണ്. അപ്പൊ ഈ അമേരിക്കയിലേക്ക് തന്നെ ഈ ഉണ്ടാക്കുന്ന, അവർ യുദ്ധം ഉണ്ടാക്കി അവിടെ വെക്കുന്നു, അതേ സമയത്ത് തന്നെ ആ പണം എടുത്തിട്ട് അവർ തിരിച്ച് അവിടേക്ക് തന്നെ എടുക്കുന്നു. ഇതേ തന്ത്രമാണ് ചൈന ചെയ്യുന്നത്. അപ്പൊ ലാഭകരമല്ലാത്ത പദ്ധതികളാണ് മിക്കവാറും ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ വിമാനത്താവളം പറഞ്ഞാൽ അവിടെ വിമാനമൊന്നും ഇറങ്ങില്ല. അവിടെ അവരുടെ ചൈനയുടെ ഒരു വിമാനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് അവർ മാറ്റും, അല്ലാതെ അത് വിലയ്ക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കുകയോ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് രാജ്യം കടത്തിലാവുന്നത്. ഒന്നുകിൽ എഴുതിയെടുക്കേണ്ടവർ, കൊടുക്കേണ്ടവർ. ഇപ്പൊ ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം നമുക്കറിയാം, ഇതേപോലെ പണം കൊടുത്ത് കടക്കണിയിലാക്കി അവരുടെ കയ്യിലാക്കിയതാണ്. 90 വർഷത്തേക്കാണ് അവരത് എടുത്തിരിക്കുന്നത്. ചൈനീസ് അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ. പാകിസ്ഥാനിലെ
ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അതിപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. ബില്യൺ കണക്കിന് ഡോളറാണ് ചൈന അവിടെ മുടക്കുന്നത്. പാകിസ്ഥാൻ ശരിക്കും കുടുങ്ങി തന്നെ ഇരിക്കുകയാണ്. ഗാദ്വർ തുറമുഖം ഇതിന്റെ ഒരു ഭാഗമാണ് പാകിസ്ഥാനിലെ. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജിബൂട്ടി ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു പുറത്തുള്ള ഏക സൈനിക താവളമാണ്. ഇങ്ങനെ സ്വന്തമാക്കിയതാണ്. മാലദ്വീപിന്റെ കഥ നമ്മൾ കണ്ടു. മാലദ്വീപിൽ ഇതേ ഒരു അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, പഴയ പട്ടുപാത പുനരുജ്ജീവിച്ച് ലോകത്തിന്റെ വ്യാപാര നിയന്ത്രണം കൈക്കലാക്കുക എന്നത് ഈ ചൈനയുടെ ഒരു ലക്ഷ്യമാണ്. അതിലൂടെ സൈനിക മേധാവിത്വം അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു രാജ്യത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നതിന് പകരം പണം കൊടുത്തു വാങ്ങി കീഴ്പ്പെടുത്തുന്ന അവരുടെ ഒരു രീതിയാണ്. അപ്പൊ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന മുത്തുമാല തന്ത്രം എന്ന് ഇതിനെ അവർ വിളിക്കുന്നുണ്ട്. അതിങ്ങനെ വളഞ്ഞിരിക്കുക ആ മേഖലകൾ എല്ലായിടത്തും ഇതുപോലെ ചെറിയ ചെറിയ ഇതുണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്കും ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ? അപ്പം അതിന് ഈ സ്ട്രിങ് ഓഫ് പേൾസിന് നമ്മൾ മറുപടിയായിട്ട് നമുക്കുമുണ്ട് ഒരു സാധനം എന്ന് പറയുന്നത്. നമ്മളും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ കാലാകാലങ്ങളായിട്ട് ഇത്തരം നടക്കുന്ന ഇതിനൊരു മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മളും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്നാണ് പറയുന്നത്. തിരിച്ച് മുത്തുമാലയ്ക്ക് പകരം നമ്മൾ ഡയമണ്ട് വെച്ചിട്ടാണ് നമ്മൾ പണി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇറാനിലെ ചാമ്പഹാർ തുറമുഖം അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നതാണ്. നമ്മളും തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ തുറമുഖം പണിയുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ സബാങ് തുറമുഖമുണ്ട്. സബാങ് കടലിടുക്കിന്റെ ചേർന്നിട്ടുള്ള. ഒമാനിലെ ദുഃഖും തുറമുഖമുണ്ട്. വിയറ്റ്നാമും ജപ്പാനും ചൈനയുടെ എതിരാളികളായ ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ശക്തമായ സൈനിക സഹകരണവും ഉണ്ടാക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ ഇതിനെ ഒരു മുങ്ങാത്ത വിമാന പടക്കപ്പൽ എന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ പോകുന്നുണ്ട്. വലിയ തോതിൽ അതിനെ സൈനികവൽക്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു മുത്തുമാലയും ഒരു വജ്രമാലയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഒന്ന് നമ്മളിങ്ങനെ വളയുമ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ വളയുന്ന അതിനേക്കാൾ വലിയ വളയുന്ന ഒരു പരിപാടി നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാഗ്രതയോടെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡെത്ത് ട്രാപ്പ് ഡിപ്ലോമസിയിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് അവരുടെ സാന്നിധ്യം, സഹകരണം, കടക്കണികൾ, ലോകത്തിന്റെ നിയന്ത്രണം എന്നിവയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പ്രതിരോധം മാത്രമാണ്. നമ്മൾ ഒരു രാജ്യത്തെയും നമ്മുടെ കടക്കണിയിലാക്കിയിട്ട് നമ്മുടെ കീഴിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇന്ത്യയുടെ നയമേ അതല്ലല്ലോ. പക്ഷെ നമ്മൾ ഇതിന്റെ പ്രതിരോധം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ നിലയ്ക്കാണ് നമ്മൾ ഓരോ തുറമുഖങ്ങളെയും ഓരോ സ്ഥലങ്ങളെയും നമ്മൾ കാണുന്നത്. ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ മറുപടി തന്നെയാണ് നമ്മളെ ഈ നെക്ലേസ് പരിപാടി. അപ്പൊ അവരുടെ ഈ ഡെപ്റ്റ് ഇക്കണോമിക് തന്ത്രം, കടക്കണിയിലാക്കുന്ന തന്ത്രം ലോകം മുഴുവൻ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രത ഇരിക്കണം. ഇനിയിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ആലോചിക്കേണ്ടത് ഈ ചൈനീസ് ആപ്പുകളൊക്കെ ഇനിയും കാണും. അതിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഇതിനൊക്കെ പുറകിൽ ചൈനീസ് കമ്പനികളായിരിക്കും. വളരെ പെട്ടെന്ന് ലളിതമായ വ്യവസ്ഥകളിലൂടെ ഒരു ക്ലിക്കിലൊക്കെ പൈസ നമുക്ക് ക്വിക്ക് മണി എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന എത്രയടച്ചാലും തീരാത്ത നമ്മളെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന കെണികളാണ്. രാജ്യങ്ങളോടും ചൈന ഇത് തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.